friends, welcome back. Today we have to learn a new reaction from our chemistry. In our previous classes we were discussed about combination reaction, decomposition reaction, displacement reaction, etc. Today we have to learn a reaction that is called double displacement reaction. For learning it, we have to take two test tubes. This can be learned by using an activity. For this, we want to take two test tubes. The first test tube contains barium chloride solution. Barium chloride, its chemical formula BaCl2. The second test tube contains sodium sulfate, that is Na2SO4. Pouring this sodium sulfate into the barium chloride. This sodium sulfate ne nammal barium chloride ilotte pour cheyana. Pour means adinadilotte ഒഴിച്ചു കൊടുക്കുകയാണ്. This is our activity. Now we have to check what happened during this reaction. First of all, we have two things. First one, Na2SO4. Na2SO4 means sodium sulfate. Na2SO4. Na2SO4 plus barium chloride means BaCl2. When these two things become react in this test tube, നമ്മൾ ഈ ഒരു സോഡിയം സൾഫേറ്റിനെ ഈ ടെസ്റ്റ് ട്യൂബിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് ഇപ്പോൾ ബാരിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും ഉണ്ട്. അത് രണ്ടും കൂടെ റിയാക്ട് ചെയ്തിട്ട് വി ഒബ്റ്റെയിൻ എ വൈറ്റ് കളേർഡ് പൗഡർ. ഫസ്റ്റ് ഓഫ് ഓൾ, ദാറ്റ് ഈസ് കോൾഡ് BaSO4, ബാരിയം സൾഫേറ്റ്. ഫസ്റ്റ് നമുക്കിതിൽ കിട്ടുന്നുണ്ടാവും, അതിൻ്റെ ഏറ്റവും താഴെ ഇങ്ങനെ അടിഞ്ഞു കൂടുന്നുണ്ടാവുക ബാരിയം സൾഫേറ്റ്. Then we also obtain another thing that is called NaCl. Equation balanced alla appo oru 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ equation balanced ആവും. Okay, it is called barium sulfate, it is called sodium chloride. Here what happened? We can see sodium is with our sulfate Na2SO4. This sodium displaces from here and occupy barium. ഓക്കെ, ഇവിടെയുള്ള സോഡിയം ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ ബാരിയം വന്നിരിക്കുക. അപ്പോൾ ഈ Na2SO4 എന്നുള്ളിടത്ത് നിന്ന് Na പോയി അവിടെ ബാരിയം വന്നപ്പോൾ BaSO4 ആയി. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് അവിടെ നടന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന ആ ഒരു മെറ്റലിനെ മറ്റൊരു സംഗതി ജസ്റ്റ് അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഈ Na2നെ ബാരിയം അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്തു. ഈ ബാരിയം ആണ് ഡിസ്പ്ലേസ് ചെയ്തത് BaSO4. ഇപ്പോൾ BaCl2 എന്ന് വെച്ചാൽ Cl2ൻ്റെ കൂടെ ഇപ്പോൾ Ba ആണ് എന്ന് വെച്ചാൽ ബാരിയാണ്. ദിസ് ബാരിയം ഡിസ്പ്ലേസസ് ഫ്രം ദർ. ആ ബാരിയം അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വന്നിരിക്കുകയാണ്, സോഡിയം വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ കേസിൽ നോട്ട് ഒക്കർ ഓൺലി വൺ കൈൻഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഹിയർ two times displacement occur for Na and barium. ബാരിയത്തിനും സോഡിയത്തിനും ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കാനുള്ള കാരണം. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ Na2SO4 BaCl2 എന്ന് പറയുമ്പോൾ ഈ എന്നെയും ബിയെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ദ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ക്യാൻ ബി സേ ദാറ്റ് ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ചിങ് ഓഫ് അയോൺസ് ബിറ്റ്വീൻ ദ കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സുകൾക്കിടയിൽ അവയിലുള്ള അയോൺസിനെ, ഇപ്പോൾ സോഡിയം അയോണിനെയും ബാരിയം അയോണിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു റിയാക്ഷനാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ദെർഫോർ വി ക്യാൻ സേ റിയാക്ഷൻസ് ഇൻ വിച്ച് ദർ ഈസ് എൻ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ്. റിയാക്ഷൻസ് ഇൻ വിച്ച് there is an exchanging of ion. There is an exchange of ion. There is an exchange of ion. Exchange of ions. Exchange of ions between the reactants. Between the reactants are called double displacement reaction. Are called double displacement reaction. അപ്പോൾ ഇതാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇനി നോക്ക്, ഈ ഒരു എക്സാമ്പിൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനുള്ള എക്സാമ്പിളാണ്. ബട്ട് ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനോടൊപ്പം മറ്റൊരു റിയാക്ഷനും കൂടെയുള്ള എക്സാമ്പിളാണ്.
അപ്പോൾ ആ റിയാക്ഷൻ എന്താണെന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, when the sodium sulfate solution poured to the barium chloride, what happened? A white colored substance will sediment here. A white colored substance will settle at the bottom of this test tube. ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ബോട്ടം സൈഡിൽ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് സെഡിമെൻറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ടൊരു എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ഏറ്റവും താഴെ സൈഡിൽ സെഡിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, വന്ന് സെറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ സബ്സ്റ്റൻസിനെ ജനറലായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രസിപ്പിറ്റേറ്റ് എന്നാണ് പറയുക. ആ സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രസിപ്പിറ്റേറ്റ്. ഈ പ്രസിപ്പിറ്റേറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ ഒരു സൊല്യൂഷനകത്ത് ഡിസോൾവ് ആവില്ല. അപ്പോൾ ഇത് വാട്ടറിനകത്തൊന്നും ഡിസോൾവ് ആവില്ല. അല്ലെങ്കിൽ ഇത് ഇവിടെ താഴെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും, ഇത്രയും എന്തെങ്കിലും ഒരു വാട്ടർ ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവും. ഇതിൻ്റെ താഴെ ഒരു വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് വന്ന് പ്രസിപ്പിറ്റേറ്റും ചെയ്യും. അതൊരു ഡിസോൾവ് ചെയ്യാത്ത, നോൺ ഡിസോൾവബിൾ അല്ലെങ്കിൽ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള റിയാക്ഷൻ, അതായത് എന്തെങ്കിലും ഒരു ഇൻസൊല്യൂബിൾ സബ്സ്റ്റൻസ്, ഇൻസൊല്യൂബിൾ എന്ന് വെച്ചാൽ വാട്ടറിനകത്ത് ഡിസോൾവ് ആവാത്ത സബ്സ്റ്റൻസിനെയാണ് ഇൻസൊല്യൂബിൾ സബ്സ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഇൻസൊല്യൂബിൾ സബ്സ്റ്റൻസ് ഈ റിയാക്ഷൻ്റെ ആഫ്റ്റർ ഏറ്റവും അവസാനം വന്ന് സെറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് പ്രസിപ്പിറ്റേറ്റ് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷനും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? പ്രസിപ്പിറ്റേറ്റ് റിയാക്ഷൻ. We have to learn what is that precipitate reaction. എക്സാമ്പിൾ തന്നെ കൊടുത്താൽ മതി കേട്ടോ, കാരണം ഈ റിയാക്ഷൻ്റെ കേസിൽ ഒരു പ്രസിപ്പിറ്റേറ്റ് താഴെ വന്ന് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, any reaction that produces a precipitate can be called precipitate reaction. ഓക്കെ, അപ്പോൾ ആദ്യം പ്രസിപ്പിറ്റേറ്റ് എന്താണെന്ന് പറയണം. പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ which is an insoluble substance in water is formed after a reaction. After a reaction, if an insoluble substance form if an insoluble substance form, that substance called precipitate. After a reaction, if an insoluble substance form, that substance is called precipitate. അപ്പോൾ എന്താ ഇനി precipitate reaction എന്ന് പറഞ്ഞാൽ എന്താ? Any reaction that produce a precipitate. Any reaction that produce a precipitate called precipitate reaction. You can write as an example for precipitate reaction this one. Okay, ഈ സംഗതി നിങ്ങൾക്ക് precipitate reactionൻ്റെ എക്സാമ്പിൾ ആയിട്ട് അവിടെ നോട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്ക് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ നമുക്ക് ജസ്റ്റ് നോക്കാനുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനോടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമുക്കൊരു റിയാക്ഷനും കൂടെ പഠിക്കാനുണ്ട്. വി ക്യാൻ ലേൺ അറ്റ് ദ നെക്സ്റ്റ് ക്ലാസ്.